Hello friends. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് പൈത്തൻ്റെ വിർച്വൽ എൻവയോൺമെന്റ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചും വിർച്വൽ എൻവയോൺമെന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ എൻവയോൺമെന്റുകൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഉപയോഗിക്കുന്നത് മിനിക്കോണ്ട എന്ന് പറയുന്നൊരു ഡിസ്ട്രിബ്യൂഷനാണ്. പൈത്തൺ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മിനിക്കോണ്ട എന്ന ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ മിനിക്കോണ്ടയുടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ URL എടുത്തു കഴിഞ്ഞാൽ conda.io എന്നുള്ള URL എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് conda.io/miniconda.html എന്ന URL എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പൈത്തൺ 3.6 വെർഷനാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 2.7 കുറച്ച് ലെഗസി വെർഷനാണ്. ഇപ്പോൾ 3.6 എന്ന ലേറ്റസ്റ്റ് വെർഷനാണ്. സോ നമ്മൾ പൈത്തൺ 3.6 ആണ് ഇപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പൈത്തൺ 3.6ൽ ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആയതുകൊണ്ട് ഞാൻ 64-ബിറ്റ് ബാഷ് ഇൻസ്റ്റാളർ ക്ലിക്ക് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തു. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡൗൺലോഡ്സിൽ ഞാൻ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ലൊക്കേഷൻ നിന്നിട്ടാണ്, ശ്രദ്ധിക്കുക, ഡൗൺലോഡ് ലൊക്കേഷൻ നിന്നിട്ടാണ് നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യേണ്ടത്. സോ അവിടെ നിന്ന് നിങ്ങൾ SH എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. SH എന്ന് വെച്ചാൽ ഷെൽ എന്നുള്ള ഷോർട്ടാണ്. ഷെൽ കമാൻഡാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ ഷെൽ സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് SH സ്പേസ് ഒരു ഡോട്ട് എന്ന് വെച്ചാൽ കറണ്ട് ഫോൾഡർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കറണ്ട് ഫോൾഡർ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്താൽ മാത്രമേ ഈ ഷെൽ കമാൻഡ് വർക്ക് ചെയ്യുള്ളൂ. സോ ഡോട്ട് / ഫയലിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ലെറ്റർ ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിൽ ടാപ്പ് കീ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അത് വേറെ ഫയൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ഫയൽ നെയിം ഫില്ല് ചെയ്തോളൂ. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. അവർ ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ആ ലൈസൻസ് എഗ്രിമെൻറ്റ് വായിക്കണം നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം അപ്പോൾ ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പ്രോംപ്റ്റ് ചോദിക്കുക. അതിൽ യെസ് കൊടുക്കുക. അടുത്തത് ലൊക്കേഷൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അത് ഡിഫോൾട്ട് ലൊക്കേഷൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ അൺഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ട്യൂട്ടോറിയലൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ പാത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ, നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന ലൊക്കേഷൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ലൊക്കേഷൻ തന്നെ എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഓൾറെഡി അവിടെ ഒരു ലൊക്കേഷനിൽ ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഞാൻ അതിനെ ആദ്യം റിമൂവ് ചെയ്യുകയാണ്. നിങ്ങളത് കൊടുക്കരുത്. ഞാൻ എൻ്റെ മെഷീനുള്ളതുകൊണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കമാൻഡ് ഒരു കൂടെ റൺ ചെയ്യിപ്പിക്കുകയാണ്. യെസ് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് പാത്തിലേക്ക് ഈ കോണ്ടയുടെ കമാൻഡ് കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ യെസ് കൊടുക്കണം. ഇപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ബാഷ് RCയിലേക്ക് ആഡ് ചെയ്യണമെന്ന് ചോദിക്കുക. അതായത് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോണ്ട എന്ന് പറഞ്ഞ കമാൻഡ് നിങ്ങൾക്ക് അവൈലബിൾ ആവണോ വേണ്ടതെന്ന് ചോദിക്കുന്നത്. അതിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ ഇതിനെ ഈ ടെർമിനൽ ക്ലോസ് ചെയ്യുകയാണ്. പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ കോണ്ട ടൈപ്പ് ചെയ്ത് നോക്കുക. കോണ്ട ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ കമാൻഡ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇൻസ്റ്റലേഷൻ സക്സസ് ആയി എന്നാണ്. ഇനി നിങ്ങൾ നമുക്കൊരു പുതിയ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യണം. പുതിയ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. കോണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അനക്കൊണ്ടയുടെ അല്ലെങ്കിൽ മിനിക്കോണ്ടയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ആയി. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോണ്ടയുടെ ഒരു കമാൻഡാണ് ക്രിയേറ്റ്. കോണ്ട സ്പേസ് ക്രിയേറ്റ് ദെൻ എൻവയോൺമെൻറ്റിൻ്റെ പേര്. കാരണം ഈ എൻവയോൺമെൻറ്റ് പേര് ഉപയോഗിച്ചിരിക്കും നിങ്ങൾ ഓരോ തവണയും ആ എൻവയോൺമെൻറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ പ്രോജക്റ്റ് റൺ ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്രോജക്റ്റിനകത്തുള്ള പൈത്തൺ സ്ക്രിപ്റ്റൊക്കെ
കമാൻഡുകളൊക്കെ റൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നെയിം കൊടുക്കുന്നു. നെയിം സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ --നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഈക്വൽ ടു നെയിം എന്താണെന്ന് വെച്ചാൽ അത് പറയുക. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ജാങ്കോയുടെ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ അതിന് DNV എന്ന് ടൈപ്പ് ചെയ്യുന്നു. ജാങ്കോ എൻവയോൺമെൻറ്റ് എന്നുള്ളതിൻ്റെ എന്നുള്ള ഷോർട്ട് ആയിട്ടുള്ള DNV എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ സ്പേസ് എനിക്ക് ഇവിടെ വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻ എന്ന പേരിൽ ഒരു പൈത്തൺ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ആവും. പക്ഷേ എനിക്ക് അതിനോടൊപ്പം തന്നെ ഈ എൻവയോൺമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജാങ്കോയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ജാങ്കോ ഇതിന് ഈ എൻവയോൺമെൻറ്റിലേക്ക് റിക്വയർഡ് ആയിട്ടുള്ള ജാങ്കോ എന്ന ടൂളും കൂടി എനിക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പോകാം. ഒരിക്കൽ കൂടി നമ്മൾ കോണ്ട സ്പേസ് ക്രിയേറ്റ് സ്പേസ് --നെയിം ഈക്വൽ ടു ഡെൻ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം എനിക്കൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ആവും. പക്ഷേ അതിൽ ജാങ്കോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ തവണ ഈ എൻവയോൺമെൻറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ജാങ്കോ ആവശ്യമുള്ളതുകൊണ്ട് ഞാനിവിടെ ജാങ്കോ എന്ന് ടൈപ്പ് ചെയ്യും. എൻ്റർ കീ പ്രസ് ചെയ്യും. ഇത്രയും ഡിപ്പെൻഡൻസീസ് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് എസ് കൊടുക്കുക. സോ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ആയി. നമുക്ക് ഇനി ആ എൻവയോൺമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സോഴ്സ് ആക്ടിവേറ്റ് ഡെൻവർ നമ്മുടെ എൻവയോൺമെൻറ്റ് പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സോഴ്സ് സ്പേസ് ആക്ടിവേറ്റ് സ്പേസ് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് പേര്, നിങ്ങൾ എന്താ എൻവയോൺമെൻറ്റ് പേരാണോ ഉപയോഗിച്ചത് ആ പേര് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റിന് മുന്നായിട്ട് നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ സമയത്ത് നിങ്ങളുടെ ഉബുണ്ടു ഇൻസ്റ്റലേഷൻ സമയത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു നെയിം ഉണ്ടാവില്ല. അതിന് മുന്നേ ആയിട്ട് ഒരു ഇതുപോലൊരു ഇത് കാണാം. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് പേര് ഒരു ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന കാണാം. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ആ എൻവയോൺമെൻറ്റാണ് നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് പിപ്പ് ലിസ്റ്റ്, അപ്പോൾ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ പിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ പിപ്പ് എന്ന് പറയുന്നത് ഒരു ജാങ്കോയുടെ പാക്കേജ് മാനേജറാണ്. നമ്മുടെ പൈത്തൺ PHP ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം കമ്പോസർ എന്ന് പറഞ്ഞ പാക്കേജ് മാനേജറിനെ കുറിച്ച്. അപ്പോൾ അതുപോലെ ഒരു പാക്കേജ് മാനേജറാണ്. പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കേജ് മാനേജറാണ് പിപ്പ്. ജാങ്കോയുടെ എൻവയോൺമെൻറ്റിൽ ആക്ച്വലി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മിനിക്കോണ്ടയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ ഒരു പാക്കേജ് മാനേജറുണ്ട്. ബിൽറ്റിനായിട്ട് കോണ്ട എന്ന് പറയുന്നത് തന്നെ ഒരു പാക്കേജ് മാനേജറാണ്. പാക്കേജ് മാനേജർ പ്ലസ് എൻവയോൺമെൻറ്റ് ആണ് യഥാർത്ഥത്തിൽ കോണ്ട. പക്ഷെ നമ്മൾ ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പൈത്തൻ്റെ ഒരു പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞാൽ പിപ്പ് ആയതുകൊണ്ട് നമ്മൾ പിപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പിപ്പ് PIP സ്പേസ് ലിസ്റ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ആ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടൂളുകളുടെ ഒരു ലിസ്റ്റ് കാണിക്കും. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് സെറ്റിഫൈ, ജാങ്കോ, പിപ്പ്, പൈറ്റിസ്, സെറ്റപ്പ് ടൂൾസ്, വീൽസ് അങ്ങനെ പറഞ്ഞുള്ള കുറേ പാക്കേജുകൾ ഈ എൻവയോൺമെൻറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എല്ലാ ജാങ്കോയുടെ പ്രോജക്റ്റുകളിലും ഒരു നല്ലൊരു ശതമാനം പ്രോജക്റ്റുകളിലും ആവശ്യമായിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റിയാണ് ഇമേജ് അപ്ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഡീഷണൽ ടൂള് അല്ലെങ്കിൽ അഡീഷണൽ ലൈബ്രറി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ, ആ ലൈബ്രറിയുടെ പേര് പില്ലോ എന്നാണ്. പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ. സോ നമ്മുടെ പില്ലോ ഇൻസ്റ്റാൾ ആയി. അടുത്ത മറ്റൊരു ലൈബ്രറി നമ്മുടെ സാധാരണഗതിയിൽ കുറച്ച് ഒരു സ്കെയിൽ ചെയ്യുന്ന പ്രോജക്റ്റുകളിലെല്ലാം നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് ബൈ ഡിഫോൾട്ടായിട്ട് ജാങ്കോ ഉപയോഗിക്കുന്ന ഡേറ്റാബേസ് എന്ന് പറയുന്നത് SQLite ആണ്. അപ്പോൾ SQLite എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് അത് ഡിഫോൾട്ടായിട്ട് ഒരു ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പോസ്റ്റ്ഗ്രെ ആയിരിക്കും. വലിയ പ്രോജക്റ്റിലൊക്കെ ആണെങ്കിൽ PostgreSQL ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ PostgreSQLന് ഒരു ബ്രിഡ്ജ് മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് പോസ്റ്റ്ഗ്രെയും ജാങ്കോയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുവേണ്ടി പിപ്പ് ഇൻസ്റ്റാൾ
സൈക്കോ പി ജി ബൈനറി എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ലൈബ്രറി. സൈക്കോ പി ജി 2 ലൈബ്രറി ബൈനറി. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമ്മുടെ എൻവയോൺമെൻറ്റ് ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പിപ്പ് ലിസ്റ്റ് കൊടുത്ത് നോക്കുക. ലിസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ നോക്കുമ്പോൾ കാണാം നമുക്ക് സൈക്കോ പി ജി 2 ബൈനറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പില്ലോ ഇൻസ്റ്റാൾ ആയി. ഇപ്പം ഇമേജ് മാനേജ്മെൻറ്റ് ലൈബ്രറിയും ആയിട്ടുണ്ട്, പോസ്റ്റ്ഗ്രസുമായിട്ടുള്ള കണക്ഷനുമായിട്ടുണ്ട്, അല്ലെങ്കിൽ കണക്ഷനുള്ള ടൂളും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഏകദേശം ഒരു ഫണ്ടുള്ള ഒരു ബേസിക് ജാങ്കോ ആപ്ലിക്കേഷൻ റൺ ചെയ്യിപ്പിക്കാനുള്ള എൻവയോൺമെൻറ്റ് സെറ്റപ്പായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേണ്ടത് ഒരു പ്രോജക്റ്റ് ജാങ്കോയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ അടുത്ത സീരീസിൽ അല്ലെങ്കിൽ പ്രോബബ്ലി നമുക്ക് നാളെയോ മറ്റോ നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിൽ നമ്മൾ പൈത്തൻ്റെ ഫണ്ടമെന്റൽസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഫണ്ടമെന്റൽസ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.